കാത്തിരുന്ന ദിവസമായിരുന്നു ഇന്ന്. ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും ശക്തി തെളിയിച്ച ദിവസം. ജനമനസ് പെട്ടിയിലാണ്. ആര് ജയിച്ചാലും ആത്യന്തിക ജയം ജനാധിപത്യത്തിന്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയും ബോധ്യവും എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് 883 സ്ഥാനാർത്ഥികളുടെ വിധിയാണ് വോട്ടർമാർ വിധിച്ചത്. ഉയർന്ന പോളിംഗ് ശതമാനം ഒരു നാടിന്റെ ജനാധിപത്യ ബോധത്തെ സൂചിപ്പിക്കുന്നു. ജനാധിപത്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും രാഷ്ട്രീയ പക്വതയും പ്രകടിപ്പിച്ച കേരളം ഓരോ വോട്ടും നിർണായകമാണെന്ന തിരിച്ചറിവോടെ 16ാം നിയമസഭയിലേക്ക് ആരൊക്കെ എന്നറിയാം. മെയ് 4 വരെ കാത്തിരിക്കണം. ഡോക്ടർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കേരളം വിധിയെഴുതി. മികച്ച പോളിംഗ്. വോട്ടിംഗ് ശതമാനം 78.24%. 6 മണി കഴിഞ്ഞും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര. 40-ലേറെ മണ്ഡലങ്ങളിൽ 80% പോളിംഗ്. ഈരാറ്റുപേട്ടയിൽ 8ാം നമ്പർ ബൂത്തിലും മലപ്പുറം പറവണ്ണയിലും വോട്ടെടുപ്പ് അവസാനിച്ചത് രാത്രി 9 മണിയോടെ. കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പെന്നും വികസന തുടർച്ചയ്ക്ക് LDF തന്നെ വരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിർണായക ശക്തിയായി BJP മാറുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തിരഞ്ഞെടുപ്പിന് പിന്നാലെ കണ്ണൂർ മയിലിൽ അക്രമം. ഒരു CPM പ്രവർത്തകന് കുത്തേറ്റു. അരിമ്പ്ര സ്വദേശി പ്രകാശിന്റെ നില അതീവ ഗുരുതരം. കോൺഗ്രസ് നേതാവ് കൃഷ്ണൻ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് പലയിടത്തും കള്ളവോട്ട് പരാതി. തൃശൂരിൽ വിരലിന് പരിക്കേറ്റ യുവതിയെ വോട്ട് ചെയ്യാൻ അനുവദിച്ചത് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ. സംസ്ഥാനത്ത് വോട്ട് ചെയ്യാനെത്തിയ 2 പേർ കുഴഞ്ഞു വീണു മരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അസമിലും പുതുച്ചേരിയിലും കനത്ത പോളിംഗ്. അസമിൽ പോളിംഗ് 86% മുകളിൽ. പലയിടത്തും അക്രമം. 30 പേർക്ക് പരിക്കേറ്റു. പുതുച്ചേരിയിൽ 90% പോളിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ചകൾ നാളെ പാകിസ്ഥാനിൽ. നിലവിലെ കരാറിലെ നിബന്ധനകൾ ഇറാൻ പാലിക്കുന്നതുവരെ സൈനിക വിന്യാസം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ലബനനിൽ ആക്രമണം കടുപ്പിച്ചു ഇസ്രായേൽ. ഹിസ്ബുല്ല നേതാവ് നയീം ഖാസിമിന്റെ അനന്തരവനെ കൊലപ്പെടുത്തി. ലബനനിൽ മരണം 200 കടന്നു. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും വിശ്വാസങ്ങൾക്കാണ് പ്രാധാന്യമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. മതപരമായ കാര്യങ്ങൾ അവിശ്വാസികൾക്കും കോടതിയിൽ ഉന്നയിക്കാമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി. ശബരിമല യുവതീ പ്രവേശന കേസിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം പൂർത്തിയായി. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ എല്ലാ MP-മാരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി. രാജ്യം ഒറ്റക്കെട്ടായി ബില്ല് പാസാക്കണമെന്ന് മോദിയുടെ ലേഖനം. സ്ത്രീ ശാക്തീകരണം വികസിത ഇന്ത്യയിലേക്കുള്ള കുതിപ്പ് കൂട്ടുമെന്ന് പ്രധാനമന്ത്രി. IPL-ൽ കൊൽക്കത്തയ്ക്കെതിരെ ലക്നൌവിന് 182 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ലക്നൌ 262 റൺസ് എന്ന നിലയിൽ. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ഇന്ന് രേഖപ്പെടുത്തിയത് 39 ഡിഗ്രി സെൽഷ്യസ്. കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. സ്റ്റോറി ഓഫ് ദി ഡേ. മംഗളദിനത്തിലും അവകാശത്തിൽ ഉറച്ച മനസ്സുമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. 78.24%. അങ്ങനെ കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ കേരളം വിധിയെഴുതി. 6 മണി കഴിഞ്ഞും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കണ്ടു. 40-ലേറെ മണ്ഡലങ്ങളിൽ 80%-ലേറെയാണ് പോളിംഗ്. രാവിലെ മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. പൊള്ളുന്ന ചൂടിനെയും അവസാന മണിക്കൂറിൽ പെയ്ത മഴയെയും വകവയ്ക്കാതെ ജനം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ തെക്കൻ കേരളത്തിൽ കണ്ടത് കനത്ത പോളിംഗ്. ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഓരോ മുന്നണികളുടെയും അവകാശവാദം.
വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ വോട്ടർമാർ ആഘോഷമാക്കി. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ഇത്തവണ കണ്ടത് അഭൂതപൂർവമായ തിരക്ക്. 8 മണി വരെയുള്ള കണക്ക് പ്രകാരം ജില്ലയിൽ രേഖപ്പെടുത്തിയത് 76.98% പോളിംഗ് ആണ്. നേമത്തും കാട്ടാക്കടയിലും 80% മുകളിൽ പോളിംഗ് കടന്നു. കഴക്കൂട്ടത്ത് രേഖപ്പെടുത്തിയത് 78%. LDF-നും UDF-നും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും NDA നിർണായക ശക്തിയായി മാറുമെന്നുമായിരുന്നു രാജു ചന്ദ്രശേഖരന്റെ പ്രതികരണം. ഒരു ക്ലിയർ മാൻഡേറ്റ് CPM-നും കിട്ടില്ല, കോൺഗ്രസിനും കിട്ടില്ല എന്ന് 100% ആത്മവിശ്വാസമുണ്ട്. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും. കൊല്ലത്ത് രേഖപ്പെടുത്തിയത് 76.26% പോളിംഗ് ആണ്. ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ പലതിലും 75% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതും ശ്രദ്ധേയമായി. കരുനാഗപ്പള്ളി, കുണ്ടറ, കുന്നത്തൂർ, ചവറ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. പുനലൂരിലാണ് ജില്ലയിലെ ഏറ്റവും കുറവ് പോളിംഗ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള വിധിയെഴുത്താണ് ഇത്തവണ നടന്നതെന്ന് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ജനരോഷം കേരളത്തിലെമ്പാടുമുണ്ട്. അത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ദൃശ്യമാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള വിധിയെഴുത്ത് ആകും ഈ തെരഞ്ഞെടുപ്പ്. ഇത്തവണ പോളിംഗ് ശതമാനം നേരിയ തോതിൽ ഉയർന്നെങ്കിലും തെക്കൻ കേരളത്തിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ടയിലാണ് 70.55%. ഇത് ഉയരാനാണ് സാധ്യത. ആറന്മുളയിലും അടൂരിലും 71% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ തിരുവല്ലയും റാന്നിയും കോന്നിയും 70% താഴെയായിരുന്നു പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കുമെന്നായിരുന്നു വീണ ജോർജിന്റെ പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആറന്മുള നിയോജക മണ്ഡലത്തിൽ വളരെ മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ലഭിക്കും. 2021-നേക്കാൾ മികച്ച ഭൂരിപക്ഷം 2026-ൽ ഇടതുപക്ഷത്തിന് ലഭിക്കും. തെരഞ്ഞെടുപ്പിന് അവസാനം കോൺഗ്രസ് പ്രവർത്തകനെ DYFI-ക്കാർ മർദ്ദിച്ചുവെന്ന പരാതിയും കള്ളവോട്ട് ആരോപണവും ആറന്മുളയിൽ ഉയർന്നു. ഇതൊഴിച്ചു നിർത്തിയാൽ തെക്കൻ കേരളത്തിൽ ജനാധിപത്യത്തിന്റെ മഹോത്സവം സമാധാനപരമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എല്ലാവരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ തുടർഭരണമോ ഭരണമാറ്റമോ അതിനുള്ള ഉത്തരം കേരളം നൽകി. ഇനി കണക്ക് കൂട്ടലിലേക്കാണ് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ. എല്ലാവർക്കും അവരുടേതായ കണക്കുകളുണ്ടാകും. ആ കണക്കുകളൊക്കെ വോട്ടായി മാറിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിവരങ്ങളും വിശകലനങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, പോളിംഗ് ശതമാനം 80-ലേക്ക് കടന്നേക്കാം എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ വരേണ്ടതുണ്ട്. മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുന്നതും ആശങ്കയുണ്ടാക്കുന്നതും ആത്മവിശ്വാസം നൽകുന്നതൊക്കെ ഈ കനത്ത പോളിംഗ് ആണ്. വിധി അറിയാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി 25 നാളുകൾ കാത്തിരിക്കണം. ഈ ട്രെൻഡ് തുടർച്ചയ്ക്കാണോ മാറ്റത്തിനാണോ? തീർച്ചയായും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതിൽ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നതും വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇത്തവണ ഉണ്ടായിരിക്കുന്ന വലിയ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുതിപ്പ് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 80% മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ 8 മണി വരെയുള്ള കണക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 6 മണിക്ക് ശേഷവും നിരവധിയായിട്ടുള്ള ആളുകൾ പല ഇടങ്ങളിലും ക്യൂവിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അവരുടെ കൂടി എണ്ണം ലഭിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും 80%-ലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ രീതിയിൽ ഒരു വലിയ പോളിംഗ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള നടപടികളാണ് അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ 3 മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ അതിനുള്ള പ്രചാരണ പരിപാടികളൊക്കെ സജീവമാകുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയും ഈ ഒരു വലിയ പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് സഹായകമായിട്ടുണ്ട്. ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായി നടത്തിയിരുന്നു. എന്തായാലും ഈ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് 3 മുന്നണികളും നിലവിലുള്ളത് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായ രീതിയിൽ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ബൾക്കായി തന്നെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവകാശവാദം. അതുകൊണ്ട് തന്നെ അത് LDF-ന് വിരുദ്ധമായിട്ടുള്ള വോട്ടുകളാണ്. അത് UDF അനുകൂലമായി തന്നെ അത് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ UDF-ന് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് അപ്പാടെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് CPM-ന്റെ നേതാക്കൾ പറയുന്നത്. ആ നിലയ്ക്കുള്ള ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും തന്നെ നിലവിലുണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൈലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രചാരണ പരിപാടി അല്ലെങ്കിൽ പ്രചാരണ വിഷയം നിലനിൽക്കുന്ന സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള UDF-ന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് LDF പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർ ഭരണം LDF സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം BJP-യും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏതെങ്കിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക മാത്രമല്ല അത് കൂടുതൽ സീറ്റ്
സീറ്റുകളിൽ വിജയം നേടുക എന്നുള്ള ഒരു പ്രതീക്ഷ, അത് നേമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിജയം തങ്ങൾക്ക് അനുകൂലമാണ്, അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും ലഭിക്കാത്ത സാഹചര്യത്തിൽ BJP ഒരു സുപ്രധാനമായ ഘടകമായി മാറും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണ്, തെക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു പോളിംഗ് തന്നെ നമുക്ക് ഈ സംസ്ഥാനത്തിന്റെ ആ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ഉയർച്ച ഉണ്ടാകുന്ന ഒരു പതിവുള്ളതല്ല, മറിച്ച് അതിന് വിപരീതമാണ് ഇത്തവണ വലിയ രീതിയിലുള്ള പോളിംഗ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലും കൃത്യമായ രീതിയിൽ ഇതനുസരിച്ചുള്ള ഒരു പോളിംഗ് ശതമാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിലവിൽ 76.98% ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഒപ്പം ഈ കാട്ടാക്കടയിലും നേമത്തുമാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെയൊക്കെ തന്നെ ശരി, തെക്കൻ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നിടത്തൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIR-ന് ശേഷം ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ 3.6 ലക്ഷത്തോളം കുറവ് വന്നിട്ടുണ്ട്. എന്നിട്ടും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത് അനുകൂലമാണെന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും. വോട്ടിംഗ് ശതമാനത്തിന്റെ ഉയർച്ച താഴ്ചകൾ ഏതെങ്കിലും മുന്നണിക്ക്, രാഷ്ട്രീയ പാർട്ടിക്കോ അനുകൂലമാണെന്ന് ഉറപ്പിച്ചു പറയാനാകില്ല എന്ന് ശരിവെക്കുന്നതാണ് പോളിംഗ് കണക്കുകൾ. അതുതന്നെയാണ് എബിയും വ്യക്തമാക്കിയത്. ഇനി മധ്യകേരളത്തിലേക്ക് വരികയാണെങ്കിൽ മധ്യകേരളത്തിലും മികച്ച പോളിംഗ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം പേർ വോട്ട് രേഖപ്പെടുത്തിയത്. ചിലയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണങ്ങളും ഉയർന്നു. എന്നാൽ ഇവിടങ്ങളിൽ ടെൻഡർ വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചു. UDF 100-ലധികം സീറ്റുകളുമായി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. UDF-ന് വലിയ സ്വാധീനമുള്ള എറണാകുളത്ത് കനത്ത പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ചെറിയ ചില ആരോപണങ്ങൾ മാറ്റിവെച്ചാൽ പൊതുവെ പോളിംഗ് ശാന്തമായിരുന്നു. പെരുമ്പടപ്പിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം ബൂത്ത് ഏജന്റ് തടഞ്ഞു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഇടക്കൊച്ചി സ്വദേശി കുഞ്ഞുമോൾ എന്ന ആളുടെ വോട്ട് മറ്റാരോ ചെയ്തുവെന്ന് പരാതി ഉയർന്നു. ഇവർ പിന്നീട് ടെൻഡർ വോട്ട് ചെയ്തു. തൃക്കാക്കര മണ്ഡലത്തിൽ അനൂപ് എന്നയാളുടെ പേരിൽ മറ്റാരോ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത് ആശയക്കുഴപ്പമുണ്ടാക്കി. NDA സ്ഥാനാർത്ഥി MA ബ്രഹ്മരാജനെ ബൂത്ത് സന്ദർശിക്കുന്നതിൽ തടഞ്ഞത് ചെറിയ പ്രതിഷേധത്തിന് ഇടയാക്കി. കുമ്പളങ്ങിയിൽ വൈകിട്ട് 7:30-ക്കാണ് പോളിംഗ് പൂർത്തിയായത്. പോളിംഗ് ശതമാനം ഉയർന്നതിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് എല്ലാ മുന്നണികളും. UDF-ന് 100-ലധികം സീറ്റ് ലഭിക്കുമെന്ന് VD സതീശൻ വോട്ടെടുപ്പ് ദിവസവും ആവർത്തിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചാർജുള്ള ആളുകൾ ചെന്നപ്പോൾ മാത്രമല്ല ഒരു പോസ്റ്റൽ വോട്ടില്ല, 3 പ്രാവശ്യം പോയിട്ട് പോലും ബാലറ്റ് കിട്ടാത്തവരുണ്ട്. ഒരാൾ പോലും വോട്ട് ചെയ്യാതെ പോകരുത് എന്ന് ആണ് നമ്മുടെ ഒരു അഭിപ്രായം. പാലക്കാട് ജില്ലയിൽ 80.16% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് ചിറ്റൂർ മണ്ഡലത്തിലും ഏറ്റവും കുറവ് പോളിംഗ് തൃത്താലയിലും രേഖപ്പെടുത്തി. മലമ്പുഴ പുതുപ്പരിയാരത്തും ഷൊർണൂർ പരുത്തിപ്രയിലും ഒറ്റപ്പാലം അമ്പലപ്പാറയിലും കോങ്ങാടും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. മാത്തൂരിലെ ചില ബൂത്തുകളിലും യാക്കരയിലെ ബൂത്തുകളിലും 6 മണിക്ക് ശേഷവും വോട്ടെടുപ്പ് തുടർന്നു. ആലപ്പുഴ ജില്ലയിൽ ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇടതു കോട്ടകൾ UDF തകർക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കോട്ടയം പൂഞ്ഞാർ മണ്ഡലത്തിലെ പാറത്തോട് കൂവപ്പള്ളിയിൽ ഇടതു സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കലും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കൂവപ്പള്ളി ടൗണിൽ നിന്നും ഇടതു പ്രവർത്തകരെ നീക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു വാക്കേറ്റം. ഇടുക്കിയിൽ ഉടുമ്പൻചോലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. റോഷി അഗസ്റ്റിൻ മത്സരിച്ച ഇടുക്കിയിൽ 75.32% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതാണ് ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ്. അതേസമയം തൃശൂരിൽ മുൻ വർഷത്തേക്കാൾ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായി. വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നു. സംഭവത്തെ തുടർന്ന് BJP പ്രവർത്തകർ സംഘടിച്ചെത്തി പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. TN പ്രതാപനെ ബൂത്ത് ഏജന്റ് കയ്യേറ്റം ചെയ്തതായും ആരോപണമുയർന്നു. വിരലിൽ മുറിവുമായി എത്തിയ കണ്ണംകുളങ്ങര സ്വദേശിനി അക്ഷയ 4.5 മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ വോട്ട് ചെയ്ത് മടങ്ങി. ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ, മണലൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടമാണ് നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി.
മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ മധ്യകേരളത്തിലേക്കാണ് ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ. അധികാരം തിരിച്ചുപിടിക്കാൻ UDF-ഉം നിലനിർത്താൻ LDF-ഉം ശക്തമായ പോരാട്ടമാണ് മധ്യകേരളത്തിൽ കാഴ്ചവെച്ചത്. തൃപ്പൂണിത്തുറ, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സാന്നിധ്യമായി NDAയും ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മധ്യകേരളത്തിലേക്ക് വന്നാൽ 5 ജില്ലകളാണ് ഇടതിനും വലതിനുമൊക്കെ സ്വാധീനമുള്ള മേഖലയാണ്. ഒപ്പം BJP പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകമാണ്. രാഷ്ട്രീയ ബലാബലത്തിൽ മധ്യകേരളം ആരെ തുണയ്ക്കും? നമ്മൾ ഈ മധ്യകേരളത്തിലും അതിശക്തമായ പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 80% പല ജില്ലകളിലും കൃത്യമായി അത്തരമൊരു രീതിയിലേക്ക് തന്നെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും 80% മുകളിലേക്ക് കുന്നത്തുനാട്, അതുപോലെ തന്നെ പറവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുന്നത്തുനാടിലാണ് ഒരുപക്ഷെ സംസ്ഥാനത്തെ രണ്ടാമത്തെ മണ്ഡലം, ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ മണ്ഡലം എന്ന നിലയിലേക്കാണ് കുന്നത്തുനാട് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ അപ്ഡേഷനുകളും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ മധ്യ കേരളം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ മധ്യ കേരളത്തിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മധ്യ കേരളം വലതുപക്ഷത്തോട് UDF-നോട് ചായ്വ് കാട്ടുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി ഒരു നേരിയ മുൻതൂക്കമെങ്കിലും ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നൊരു സ്ഥലമായി മധ്യ കേരളം മാറിയിട്ടുണ്ട്. അതിൽ എറണാകുളം മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും അവിടെ നേരിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. ഇതിൽ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ സ്വാഭാവികമായും 2020 സാന്നിധ്യം പ്രധാനമായും BJP മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് കരുതിയിരുന്നിടത്ത് പോലും 2020 മത്സരിക്കുന്ന ഒരു സാഹചര്യം തൃപ്പൂണിത്തുറ ഉൾപ്പെടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം വോട്ടുകൾ BJP-യുടെ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ NDA-യുടെ സ്ഥാനാർത്ഥി എന്നതിൽ 2020 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞു എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ നമുക്കറിയാം G സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. അമ്പലപ്പുഴ ആ ജില്ല ശ്രദ്ധേയമായതും അങ്ങനെ തന്നെയാണ്. അവിടെ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ എത്രത്തോളം വോട്ടുകൾ UDF-ന് സമാഹരിക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 2-3 സീറ്റുകൾ അധികം നേടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നേട്ടമായേക്കാം. കോട്ടയവും ഇടുക്കി അതുപോലെ തന്നെയാണ്. സ്വാഭാവികമായും UDF-ന് മേൽക്കൈമ ഉള്ള ഒരു 2 ജില്ലകളാണ്. ആ ജില്ലകളിലൊക്കെ തന്നെ ഇടതുപക്ഷം കഴിഞ്ഞ തവണയൊക്കെ പിടിച്ചു നിന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് തൃശ്ശൂരിലാണ് ശക്തമായ പോരാട്ടം, ത്രികോണ മത്സരം നടന്നതാണ്. പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച തൃശ്ശൂർ. ഒപ്പം തന്നെ നമുക്കറിയാം കിറ്റ് ആരോപണം ഒക്കെ തന്നെ ഉയർന്നു വന്നതാണ്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ കാര്യമാണ്. ഏതായാലും സസ്പെൻസ് ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉൾപ്പെടെ ഉറപ്പ് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലടക്കം തന്നെ എന്തൊക്കെയാണ് വോട്ടർമാർ കാത്തുവെച്ചതെന്നാണ് അറിയാനുള്ളത്. ഏതായാലും മധ്യ കേരളം അതിശക്തമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അത് ആർക്ക് നേട്ടമാകും, ആർക്ക് കോട്ടമാകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അമ്പിളി. ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മുന്നണികളുടെ പ്രതീക്ഷയ്ക്കൊപ്പം പോളിംഗ് ശതമാനം ഉയർത്താൻ മലബാറിനായി. രാവിലെ മുതൽ കനത്ത പോളിംഗാണ് മലബാറിൽ കാണാനായത്. മലബാറിൽ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം പോളിംഗിൽ 80%-ലധികം വർധനവാണ് ഉണ്ടായത്. ഇതിനിടെ കള്ളവോട്ടും വോട്ട് തർക്കവും മേഖലയിൽ നിന്നും ഉയർന്നിരുന്നു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. പോളിംഗ് ശതമാനത്തിൽ മുന്നണികൾ പ്രതീക്ഷിച്ച വർധനവാണ് ഇത്തവണ മലബാറിലുണ്ടായത്. കോഴിക്കോട് ആകെയുള്ള 2837 പോളിംഗ് ബൂത്തുകളിൽ 2158 ബൂത്തുകളിലെ പോളിംഗ് പൂർത്തിയായപ്പോൾ 80%-ലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. കണ്ണൂരും കാസർകോടും 77%-ലധികവും വയനാട് 78%-ലധികവും പോളിംഗ് രേഖപ്പെടുത്തി. മലപ്പുറത്ത് 78%-ലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 മണിക്ക് ശേഷവും പോളിംഗ് തുടരുന്ന കാഴ്ചയാണ് മലബാറിൽ കാണാനായത്. അതേസമയം മുന്നണികളെല്ലാം തന്നെ മികച്ച ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണവും അത്തരത്തിലായിരുന്നു. ഞങ്ങൾ എപ്പോഴും ജനങ്ങളെയാണ് വിശ്വസിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെയും വിശ്വസിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തത്. ആ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിലും തുടരുന്നത്. ജനം തങ്ങൾക്കൊപ്പമെന്നും സംസ്ഥാനത്ത് UDF തരംഗമെന്നും 100-ലധികം സീറ്റ് നേടുമെന്നുമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. തരംഗം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം ആവർത്തിച്ച് 10,000-ന് മുകളിൽ ഭൂരിപക്ഷം. തിരഞ്ഞെടുപ്പ് തരംഗം UDF-ന് അനുകൂലമെന്ന് പ്രതികരിച്ച PK കുഞ്ഞാലിക്കുട്ടി BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉറപ്പിച്ചു. UDF-ന്റെ ഒരു ട്രെൻഡ് കാണാൻ കഴിയുന്നു. അപ്പോ അതനുസരിച്ച് സീറ്റ് ഉണ്ടാവും.
വികസന മുരടിപ്പും വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ഒടുവിൽ ബൂത്തിലെത്തിയിട്ടും വിവാദങ്ങളും പരാതികളും ഒഴിഞ്ഞിരുന്നില്ല. മണ്ഡലങ്ങളിൽ കള്ളവോട്ടിനും വോട്ടിംഗ് മെഷീൻ പണിമുടക്ക് പരാതികളും വ്യാപകമായിരുന്നു. മലബാറിൽ വിവിധയിടങ്ങളിൽ കള്ളവോട്ട് ആരോപണമുയർന്നപ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ബൂത്തിലെത്തിയതിനു പിന്നാലെ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും അത് കയ്യാങ്കളി വരെ എത്തിയ കാഴ്ചയാണ് ഉണ്ടായത്. നിലവിൽ വോട്ട് പെട്ടിയിലായതോടെ ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ മാത്രമാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വടക്കൻ കേരളത്തിന്റെ വിവരങ്ങളും വിശകലനങ്ങളുമായി MM രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, വടക്കൻ കേരളത്തിലും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 80.59% ഉയർന്ന പോളിംഗ് ആണ്. നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറം ഒഴികെ എല്ലായിടത്തും, കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും ഒക്കെ ഇടതിന് വലിയ ആധിപത്യമാണ്. ഈ ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് എല്ലാ മുന്നണികളും. അപ്പോൾ ആ രീതിയിലൊക്കെ ആത്മവിശ്വാസം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? അമ്പിളി, പോളിംഗ് ശതമാനം 80-ന് മുകളിലേക്ക് ഉയർന്നു എന്നുള്ളത് തന്നെയാണ് മുന്നണികളെ സംബന്ധിച്ച് ആശങ്കയും അതേസമയം തന്നെ പ്രതീക്ഷയും നൽകുന്ന കാര്യമെന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ പോളിംഗ് ശതമാനം ഉയർന്നു കഴിഞ്ഞാൽ അത് LDFന് തിരിച്ചടിയാകുമെന്നുള്ളൊരു കണക്ക് കൂട്ടലുണ്ടായിരുന്നു. എന്നാൽ ഈ കണക്ക് കൂട്ടലുകളൊക്കെ തന്നെ സമീപകാലത്ത് തെറ്റുന്നൊരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ LDFും വലിയ പ്രതീക്ഷയിലാണ്. നമുക്കറിയാം, വടക്കൻ കേരളത്തിൽ ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സീറ്റുകളാണ് LDFനെ സംബന്ധിച്ചുള്ളത്. കാസർഗോഡ് 3 സീറ്റുകളുണ്ട്. ഈ 3 സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് തന്നെ LDFനെ സംബന്ധിച്ച് നിർണായകമാണ്. 2 സീറ്റുകൾ UDFനാണ്. ഈ സീറ്റുകൾ തിരിച്ചു പിടിക്കാനാകുമോ എന്നുള്ളതാണ് UDF ഉറ്റുനോക്കുന്നത്. കണ്ണൂരേക്ക് വരികയാണെങ്കിൽ ഏറ്റവും അഭിമാന പോരാട്ടം ഇടത് കോട്ട എന്നറിയപ്പെടുന്ന കണ്ണൂർ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഇടത് കോട്ടയിൽ വിള്ളലുണ്ടാക്കുന്നതിന് വേണ്ടി CPMന്റെ തന്നെ 2 മുതിർന്ന നേതാക്കളെ സ്വതന്ത്രരായി മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ UDFന് ഈ ഒരു തന്ത്രം അവിടെ ജയിച്ചു കയറാനാകുമോ എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത്. കണ്ണൂരിൽ ഇപ്പോൾ ഏകദേശം 80% അടുത്താണ് പോളിംഗ് ശതമാനം. ഇതിൽ കൃത്യമായ കണക്കുകൾ കൂടെ ഇനിയും വരാനുണ്ട്. ആ കണക്കുകൾ കൂടെ വരുമ്പോൾ 80% മുകളിലേക്ക് ഉയരുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളുണ്ട്. ഈ 13 സീറ്റുകളിൽ 11 സീറ്റുകളിൽ LDFന് കൃത്യമായി തന്നെ വിജയിച്ച് കയറാനാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വടകരയും കൊടുവള്ളിയും മാത്രമാണ് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് ഈ കോട്ടയിലും വിള്ളലുണ്ടാക്കേണ്ടത് സംസ്ഥാന ഭരണം പിടിക്കുന്നതിന് നിർണായകമാണ്. വയനാട് 3 സീറ്റുകളാണുള്ളത്. ഇതിൽ 1 സീറ്റ് LDFനാണ്, 2 സീറ്റുകൾ UDFന് ഭദ്രമാണ് എന്നുള്ളതാണ് നില. ഈ നിലയിൽ വയനാട് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് LDFന്റെ കണക്കുകൂട്ടൽ. മലപ്പുറമാണ് UDFന്റെ ഒരു ഉറച്ച കോട്ട എന്ന് പറയുന്നത്. ഈ ഉറച്ച കോട്ടയിൽ എങ്ങനെയാണ് LDFന് വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ കൂട്ടിക്കിഴിക്കലുകൾ നടത്തി അത് തങ്ങൾക്ക് എത്രത്തോളം അനുകൂലമാകുമെന്നുള്ളതാണ്. മലബാറിൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കൽ, SDPI, ജമാഅത്തെ, ഒപ്പം തന്നെ സമസ്തയുടെ വോട്ട് തുടങ്ങി വിവിധ ഘടകങ്ങൾ ഈ വോട്ടിനെ എല്ലാം തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഏറ്റവും പുതിയതായി നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ജെൻസി വോട്ടുകളുണ്ട്, പ്രായം ചെന്നവരുടെ വോട്ടുകളുണ്ട്. ഇതെല്ലാം ഏതൊക്കെ തരത്തിൽ പോയി എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ കണക്ക് കൂട്ടുക. ശരി, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ആർക്ക് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് മുന്നണികൾ. എന്തായാലും അതിന് മെയ് 4 വരെ വോട്ടർമാർ കാത്തിരിക്കണം. പോളിംഗ് ദിനത്തിൽ അവകാശവാദവുമായി മുന്നണികൾ രാവിലെ തന്നെ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷവുമായി അധികാരത്തിൽ തുടരുമെന്ന് മുഖ്യമന്ത്രിയും 100-ലധികം സീറ്റ് നേടി അധികാരം നേടുമെന്ന് പ്രതിപക്ഷ നേതാവും തൂക്കുസഭ വരുമെന്നും BJP നിർണായക ശക്തിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്തായാലും വോട്ടെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിനും ജനപങ്കാളിത്തത്തിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് നേതാക്കൾ. വോട്ടെടുപ്പ് 6 മണിക്ക് അവസാനിച്ചെങ്കിലും 6 മണിക്ക് മുന്നേ ബൂത്തിലെത്തി ക്യൂവിൽ ഇടം പിടിച്ചവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട മുസ്ലിം ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന 8-ാം നമ്പർ ബൂത്തിൽ രാത്രി 8 മണിക്കും കാണാനായത് വോട്ടർമാരുടെ നീണ്ട നിരയാണ്. രാവിലെ മുതൽ ഇവിടെ വളരെ മന്ദഗതിയിലാണ് പോളിംഗ് നടന്നിരുന്നതെന്ന് ജനപ്രതിനിധികളും വോട്ടർമാരും ഒക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം പലർക്കും വോട്ട് ചെയ്യാനായത്. 6 മണിയോടെ ക്യൂവിൽ നിന്നിരുന്ന മുഴുവൻ ആളുകൾക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ടോക്കൺ നൽകുകയായിരുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നും പ്രശാന്ത് ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈരാറ്റുപേട്ട മുസ്ലിം ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാൻ ഇപ്പോഴുള്ളത്.
ഈ കോട്ടയം ജില്ലയിൽ ഏറ്റവും വൈകി പോളിംഗ് അവസാനിച്ച ബൂത്ത് ഒരുപക്ഷെ ഇത് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ 8 മണിയായപ്പോൾ, അതായത് പോളിംഗിന് നിശ്ചയിച്ചിരുന്ന 6 മണി കഴിഞ്ഞ് 2 മണിക്കൂർ പിന്നിടുമ്പോഴും ഇവിടെ 100-ലധികം ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ ഈ ബൂത്തിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു എന്നാണ് ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ ആളുകളും ഇവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളും ഒക്കെ പറഞ്ഞത്. ആളുകൾ ഇപ്പോഴും, സ്ത്രീകളടക്കം ഇപ്പോഴും കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇപ്പോൾ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കാൻ? 2.5 മണിക്കൂർ. ഒറ്റയ്ക്കാണോ അതോ കുടുംബമായിട്ട് വന്നതാണ്? അല്ല, ഒറ്റയ്ക്ക്. ഒത്തിരി നേരമായി കാത്തു നിൽക്കുക? 5 മണിക്ക് വന്നാ. 5 മണിക്ക് വന്നതാണ്. അതായത് ഇപ്പോൾ ഏകദേശം 3 മണിക്കൂർ മിച്ചം വരും. ആദ്യത്തെ ഒരു അനുഭവം ഇങ്ങനത്തെ ഒരു വോട്ട്. ഇടയ്ക്കൊന്ന് വന്നിട്ട് പോയതാണോ അതോ അന്നേരമാണോ ആദ്യമായിട്ട്? 2:30 വന്ന് ക്യൂ കണ്ടിട്ട് പോയി, പിന്നെ വന്നതാണ്. ഇതാണ് മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം ഇതാണ്. കാരണം അവർ പലരും വന്നിട്ട് ഇവിടെ നീണ്ട ക്യൂ കണ്ടിട്ട് വീടുകളിൽ പോയിട്ട് വീണ്ടും മടങ്ങിയെത്തുകയായിരുന്നു. പോളിംഗ് ടൈം അവസാനിക്കുന്നതിന് മുൻപ് മടങ്ങിയെത്തുകയായിരുന്നു. പക്ഷേ അപ്പോൾ വന്നപ്പോഴും വലിയ ക്യൂ തന്നെയാണ്. ഇവിടെ സ്ത്രീകളുടെ വലിയ നീണ്ട നിര ഇപ്പോൾ കാണാനില്ല. പക്ഷേ പുരുഷന്മാരുടെ ഒരു ക്യൂ ഇപ്പോഴും ഇവിടെ വലിയ നീണ്ട ഒരു നിര തന്നെ കാണാനുണ്ട്. എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നു? ഞങ്ങൾ 4 മണിക്ക് വന്നതാണ്. 4 മണിക്ക്, അതായത് ഇപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം വല്ലതും കഴിക്കുകയൊക്കെ ചെയ്യും? ഇല്ല 4 മണിക്ക് വന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ പണിയാകുമല്ലോ നിർത്തോടെ ഇരിക്കുക. അപ്പോൾ തൊട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു അതോ പോയിട്ട് ഇടയ്ക്കിട്ട് വന്നാൽ? ഇല്ല ഇറക്കി വിടുകയല്ലോ, സമയം കഴിഞ്ഞില്ലേ. അതല്ല, ഇടയ്ക്ക് രാവിലെ വല്ലതും വന്നിട്ട് പോയതായിരുന്നു? രാവിലെ ഒന്ന് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. സംസ്ഥാനത്ത് ചുരുക്കം ചില ബൂത്തുകളിൽ 6 മണിക്ക് ശേഷവും വോട്ടർമാരുടെ ഒരു നീണ്ട നിര അനുഭവപ്പെട്ടിരുന്നു. മലപ്പുറം തിരൂർ നിയോജക മണ്ഡലത്തിലെ പറവണ്ണ 110 നമ്പർ ബൂത്തിൽ പോളിംഗ് അവസാനിച്ചത് അല്പസമയം മുമ്പാണ്. 6 മണിക്ക് 300ഓളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലുണ്ടായിരുന്നു. സമയം അവസാനിച്ചതോടെ ബൂത്തിലുണ്ടായിരുന്നവർക്ക് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ടോക്കൺ നൽകുകയായിരുന്നു. തുടർന്ന് 9:30യോടെയാണ് ഇവിടുത്തെ പോളിംഗ് അവസാനിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാശിയും സമ്പത്തും എല്ലാവരും ഇറക്കിയുള്ള മത്സരം. ചിലയിടത്ത് 2 പേർ തമ്മിലുള്ള മത്സരമാണ് ശക്തം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസിൽ 3-4 പേർ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ വിജയിക്കും. NDA വോട്ട് ശതമാനം മുൻ വർഷങ്ങളേക്കാൾ നേടും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ എന്ന് തനിക്ക് അറിയില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും ശക്തമായ പ്രചരണങ്ങളും പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള എല്ലാ കക്ഷികളും അവരുടേതായ വിജയങ്ങളും അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ 100 സീറ്റ് കിട്ടുന്നവരും അതിൻ്റെ അപ്പുറത്ത് കിട്ടുന്നവരും ഒക്കെ പറയുന്നുണ്ട്. ജനാധിപത്യം വിജയിക്കട്ടെ എന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. ഭരണമാറ്റം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനില്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ തരംഗമുണ്ടോ എന്നും പറയാനില്ല. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ താനും കക്ഷിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ നിലപാട്. ഇല്ല ആരാ ജയിക്കുന്ന വെച്ചാൽ അവർ വരട്ടെ. അല്ലാതെ ഇപ്പം മാറ്റണമെന്നും മാറ്റണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ജനാധിപത്യം വിജയിക്കണം, അതിനനുസരിച്ചുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കണം. FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രതീക്ഷയുണ്ടെന്നും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. രാഷ്ട്രീയ കാര്യങ്ങളിൽ മെത്രാൻമാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അഭിപ്രായങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം പറയാം. ഓരോ തെരഞ്ഞെടുപ്പും പ്രതീക്ഷകളാണ് നൽകുന്നത്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അപ്പം ചർച്ചയിൽ നമുക്ക് പ്രതീക്ഷകളുണ്ട്. നമുക്ക് ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട്, ഇലക്ഷൻ ദിവസം ആയതുകൊണ്ടും വലിയ പ്രതികരണങ്ങളൊന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമുക്ക് എപ്പോഴും ഓരോ ഇലക്ഷനും നല്ല പുതിയ പ്രതീക്ഷകളാണല്ലോ തരുന്നത്. നമുക്ക്
തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആവേശത്തോടെ വിധിയെഴുതി ചലച്ചിത്ര താരങ്ങളും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി ചലച്ചിത്ര താരങ്ങൾ. തിരുവനന്തപുരം മുടവൻമുകൾ സ്കൂളിൽ നടൻ മോഹൻലാൽ രാവിലെ തന്നെ വോട്ട് ചെയ്തു. മമ്മൂട്ടിയും പൃഥ്വിരാജും കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടൊവിനോ തോമസ് കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തി. ഇലക്ഷൻ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ടൊവിനോ. അങ്ങനെ ജനാധിപത്യത്തിന്റെ വലിയ ഉത്സവത്തിൽ പങ്കുചേർന്ന മലയാളത്തിന്റെ പ്രിയ താരങ്ങളും. ഇനി അവരുടെ ചില പ്രതികരണങ്ങളും കാണാം. ജനങ്ങളുടെ നിശ്ചയമാണ്, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. പിന്നെ ജയിച്ചു കഴിയുമ്പോൾ അതിന് അന്യായമായ ന്യായം പറഞ്ഞു തരരുത്. അത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അവരെ അവഹേളിക്കുക മാത്രമാണ്. നിങ്ങളായാലും തോറ്റു വീണവരായാലും അങ്ങനെ അപഹസിക്കരുത്. നമുക്ക് തന്നെയാണല്ലോ സംരക്ഷിക്കേണ്ടത്. സഹപ്രവർത്തകനും സുഹൃത്തുകൂടിയുള്ള ആസിഫ് അലി കുറച്ചു മുമ്പ് ഒരു ബൈറ്റ് കൊടുത്തത് പുതിയ തലമുറയിലുള്ള ഒരു കൂടുതൽ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അല്ല, അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം പുതിയതും പഴയതുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു മിക്സാണ്. അവരുടെ എക്സ്പീരിയൻസും പുതിയ ആൾക്കാരുടെ പുതിയ ഐഡിയാസും ഒക്കെ കൂടി ഒരു മിക്സാണ് നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് പോലെയൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സർക്കാരായിരിക്കണം നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള ഒരു ഭരണ സംവിധാനം തന്നെ വേണം നമുക്ക് എപ്പോഴും. എനിക്ക് തോന്നുന്നു എല്ലാവരും വളരെ അവെയറാണ്. കാരണം നമ്മൾ കൊച്ചൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇപ്പോൾ ന്യൂസ് ടി വിയിൽ ന്യൂസ് കണ്ടാൽ അല്ലെങ്കിൽ പത്രം വായിച്ചാൽ മാത്രമല്ലേ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം ഐ തിങ്ക് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ എല്ലാവർക്കും കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്, കൂടുതൽ അവെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഡിസിഷൻ എടുത്ത് വോട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ഒരു എല്ലാ ശോഭകളും എല്ലാ ശോഭകേടുകളും ഒക്കെ ചേർന്ന് തുടരുന്നതാണ് നമ്മുടെ രാജ്യത്തിന് ആരോഗ്യകരമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വില അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.